ജന്തർ മന്ദറിലെ സമരം വിജയിച്ചു. ജന്തർ മന്ദറിലെ സമരം കഴിഞ്ഞ് സമര മുന്നണിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി ഏത് തരത്തിലായിരിക്കും? FIR റദ്ദു ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ CJP വീണ്ടും സമരത്തിലേക്ക് വരുമെന്ന ആഹ്വാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ ഒരു ബുദ്ധിജീവിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. TG മോഹൻദാസ്. നിങ്ങൾക്കറിയാം, പലരും അദ്ദേഹത്തെ അധിക്ഷേപ വർഷത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് അല്ലെങ്കിൽ സംബോധന ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന് ഈ സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ അവിടെ കർഫ്യൂ ഏർപ്പെടുത്തി പ്രതിഷേധക്കാർക്കെതിരെ നിറയൊഴിക്കുമെന്നും ശവങ്ങൾ പറക്കി ആശുപത്രി മോർച്ചറിയിലേക്ക് എറിയുമെന്നുമൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന. അത് വേദനാജനകമാണ്. രണ്ട്, അവിടെ വന്ന പെൺകുട്ടികൾ, ടീഷർട്ടും ജീൻസുമൊക്കെ ധരിച്ചു വന്ന സമരത്തിന് വന്ന പെൺകുട്ടികളൊക്കെ ബലാത്സംഗത്തിന് സന്നദ്ധരായിട്ടാണ് വന്നത് എന്ന അധിക്ഷേപകരമായ സ്ത്രീ സമൂഹത്തോടുള്ള, വിദ്യാർത്ഥിനി സമൂഹത്തോടുള്ള വളരെ നിന്ദ്യമായ പരാമർശം. ഈ രണ്ട് പരാമർശവും അദ്ദേഹം തിരുത്തി കേരളത്തോട് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ സർവമാന വിദ്യാർത്ഥികളോടും പെൺകുട്ടികളോടും അദ്ദേഹം മാപ്പ് പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തോട് കേരളത്തിലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ബഹുമാനം എപ്പോഴെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയാനാണ്. അതുമാത്രമല്ല, ഈ ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലം തന്നെ സുപ്രീം കോടതി 2017 ഡൽഹിയിലെ അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണലിലെ അവരുടെ ഉത്തരവനുസരിച്ച് അവിടെ സമരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് 2018 തന്നെ സുപ്രീം കോടതി മാറ്റിയതാണ്. സമാധാനപരമായി സമരം ചെയ്യുവാനുള്ള ഒരു വേദിയായി ജന്തർ മന്ദർ മാറിയിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ മാർച്ച് തടയുന്നതും ജന്തർ മന്ദറിൻ്റെ ഒരു പ്രവേശന കവാടത്തിലാണ്. അവിടെ സ്വാഭാവികമായും സമരം ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതെല്ലാം പോലീസ് നടപടിയുടെ ഭാഗമാണ്. അതൊക്കെ അവിടെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നതാണ്. പക്ഷേ TG മോഹൻദാസ് ജന്തർ മന്ദർ എന്ന സമരവേദിയെ പോലും ബലാത്സംഗത്തിനുള്ള വേദിയായി ചിത്രീകരിച്ച് നടത്തിയ അഭിമാനക്ഷതമുളവാക്കുന്ന പരാമർശം തിരുത്താൻ തയ്യാറാകണം. പെൺകുട്ടികളോടും സമരക്കാരോടും അദ്ദേഹം മാപ്പ് പറയണം.